തമിഴ്നാട് നിയമസഭാ ഫലം പുറത്തു വന്നതിന് പിന്നാലെ കേവല ഭൂരിപക്ഷം ലഭിക്കാത്ത വിജയ് നേതൃത്വം നൽകുന്ന ടി.വിക്ക് സർക്കാർ രൂപീകരിക്കാൻ കഴിയാതെ ഉഴലുമ്പോഴാണ് കോൺഗ്രസ് പറഞ്ഞത്, ഞങ്ങൾ നിങ്ങളെ പിന്തുണയ്ക്കാം, പകരം ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനം തരണം, രാജ്യസഭ സീറ്റ് തരണമെന്ന്. വിജയ് ഇരു കൈകളോടുകൂടി കോൺഗ്രസിന്റെ ആവശ്യം അംഗീകരിച്ചു, ഇരു കൈനീട്ടി സ്വീകരിച്ചു. അതുമാത്രമല്ല, വർഷങ്ങളായി DMK മുന്നണിയോടൊപ്പം നിന്നാണ് കോൺഗ്രസ് തമിഴ്നാട്ടിൽ മത്സരിക്കുന്നത്. തമിഴ്നാട് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് വലിയ സ്വാധീനമൊന്നുമില്ലാത്ത സംസ്ഥാനമാണ്. DMK നൽകുന്ന സീറ്റിൽ മത്സരിക്കുക, അവിടെ DMK ജയിച്ചു വന്നാലും DMK മുന്നണി ജയിച്ചു വന്നാലും മന്ത്രിസഭയിൽ DMK മാത്രമാണ് ഉണ്ടാവാറ്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മറ്റ് സഖ്യകക്ഷികളൊന്നും മന്ത്രിസഭയിൽ ചേർക്കാൻ DMK തയ്യാറാകുകയുമില്ല. എന്നാൽ ഇത്തവണ അങ്ങനെയായിരുന്നില്ല. ഇത്തവണ അവസരം വന്നപ്പോൾ കോൺഗ്രസ് കൃത്യമായി പ്ലാൻ നടത്തി, അല്ലെങ്കിൽ TVKയോടൊപ്പം പോവുകയും അവർ സർക്കാർ രൂപീകരിക്കുകയും 2 കോൺഗ്രസ് MLA മാരെ മന്ത്രിമാരാക്കുകയും ചെയ്തു. അതുമാത്രമല്ല, ഒഴിവ് വന്ന രാജ്യസഭാ സീറ്റ് കോൺഗ്രസിന് TVK നൽകുകയും ചെയ്തു. അവിടെയാണ് ഇനി മറ്റൊരു ട്വിസ്റ്റ്. അതായത് രാജ്യത്ത് പ്രതിപക്ഷ കൂട്ടായ്മയായ BJPക്കെതിരെ പട നയിക്കുന്ന ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് കഴിഞ്ഞാൽ മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി DMK ആയിരുന്നു. 22 MP മാരാണ് DMKക്ക് ഉള്ളത്. എന്നാൽ ഈ കോൺഗ്രസ് TVK പിന്തുണയോടുകൂടി DMK ഇന്ത്യ മുന്നണിയിൽ നിന്ന് പുറത്തു വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ ആഴ്ച ഡൽഹിയിൽ ഇന്ത്യ സഖ്യത്തിന്റെ യോഗം വിളിച്ചപ്പോൾ DMK പ്രതിനിധികൾ ആരും ആ യോഗത്തിൽ പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല, DMKയുടെ മുഖപത്രത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് ലേഖനം എഴുതിയത്. അതായത് രാഹുൽ ഗാന്ധി വിശ്വസിക്കാൻ കൊള്ളാത്ത നേതാവാണ്, സ്ഥിരതയില്ലാത്ത നേതാവാണ്, പക്വതയില്ലാത്ത നേതാവാണ്, ഇത്തരത്തിലൊക്കെയാണ് മുഖപത്രം എഴുതിയത്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒരുപക്ഷെ MK സ്റ്റാലിൻ ലോക്സഭയിലും രാജ്യസഭയിലും NDA പിന്തുണയ്ക്കാനുള്ള ഒരു സാധ്യതയുണ്ടെന്നാണ് ചില വാർത്തകൾ പുറത്തു വരുന്നത്. അത്തരത്തിൽ സ്റ്റാലിന്റെ പിന്തുണ കൂടി ഉണ്ടാവുകയാണെങ്കിൽ 3/2 ഭൂരിപക്ഷത്തോടു കൂടി പിന്നീട് ബില്ല് പാസ്സാക്കാൻ NDAക്ക് അല്ലെങ്കിൽ BJPക്ക് പിന്നീട് 4 അംഗങ്ങളുടെ പിന്തുണ മാത്രം ആവശ്യമുള്ളൂ. കാരണം നിലവിൽ 52 പേരുടെ പിന്തുണയായിരുന്നു ആവശ്യമുള്ളത് 3/2 ഭൂരിപക്ഷം ഉറപ്പിക്കാൻ. അതിൽ തൃണമൂൽ കോൺഗ്രസിൽ നിന്നും 20 പേരെയും അതോടൊപ്പം തന്നെ DMKയിൽ നിന്ന് 22 പേരെയും അടർത്തി മാറ്റുമ്പോൾ 42 പേരുടെ പിന്തുണയാകും. 6 പേരെ ശിവസേനയിൽ നിന്ന് BJP അടർത്തി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ 48 പേരുടെ പിന്തുണയാകും. പിന്നീട് 4 പേരുടെ പിന്തുണ മാത്രമാണുള്ളത്. അത് സമാജ്വാദി പാർട്ടിയിൽ നിന്നും മറ്റു ചില ചെറിയ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും പിന്തുണ ഉറപ്പാക്കാൻ കഴിയുമെന്നാണ് BJP നേതൃത്വത്തിന്റെ ഒരു കണക്കുകൂട്ടൽ. BJP കൃത്യമായ ഗെയിം പ്ലാനോട് കൂടിയാണ് ഈ തൃണമൂലിനെ പിളർത്തിയത്, ശിവസേനയെ പിളർത്തിയത്. ഇനിയിപ്പോൾ DMKയെ ഒന്നടങ്കം NDA ക്യാമ്പിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ അത് NDAക്ക് വലിയ വിജയമാണ്, BJPക്ക് രാഷ്ട്രീയപരമായി വലിയ വിജയമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നിലവിലെ സാഹചര്യത്തിൽ സ്റ്റാലിന്റെ നീക്കം, അല്ലെങ്കിൽ സ്റ്റാലിൻ NDAക്കൊപ്പം പോവുകയാണെങ്കിൽ തമിഴ്നാടിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ അത് ഏത് രൂപത്തിലാണ് പ്രതിഫലിക്കാൻ പോകുന്നത്? തീർച്ചയായും തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഒരു ധാരണ TVK കോൺഗ്രസ് ഉണ്ടാക്കണമായിരുന്നു. കാര്യം അത് പല ആവർത്തി നമ്മൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്, DMKക്കൊപ്പം നിൽക്കുമ്പോഴൊക്കെ DMKക്കൊപ്പം നിന്നാണ് കോൺഗ്രസ് മിക്ക തെരഞ്ഞെടുപ്പിലും മത്സരിച്ചത്. എന്നിട്ടൊന്നും മുന്നണി മര്യാദകൾ വിജയിച്ചു കഴിയുമ്പോൾ മുന്നണി മര്യാദകളൊന്നും പാലിക്കുന്നില്ല. TVK ആദ്യം വന്ന് കോൺഗ്രസുമായി ചർച്ച നടത്തുന്നുണ്ട്. ചർച്ചയിൽ 2 അഭിപ്രായം വരുന്നുണ്ട്. പോകണമെന്നൊരു വിഭാഗവും പോകണ്ട എന്ന് DMKക്കൊപ്പം തന്നെ നിലപാടെടുക്കാമെന്നൊരു വിഭാഗവും പറയുന്നു. അവസാനം DMKക്കൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. പക്ഷെ തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ ആരും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റ് സംഭവിക്കുകയും TVK അധികാരത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം വരുന്നു. അപ്പോൾ കോൺഗ്രസ് TVKയെ പിന്തുണയ്ക്കുന്നു. ആ ഒരു സാഹചര്യത്തിലൂടെ പോകുമ്പോൾ കോൺഗ്രസ് പിന്തുണയ്ക്കുമ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിച്ചൊരു കാര്യമുണ്ടായിരുന്നു, അല്ലെങ്കിൽ എല്ലാവരും ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ സ്റ്റാലിനെയും DMKയും കൈവിട്ട് TVKക്ക് കൈ കൊടുക്കുകയാണ് എങ്കിൽ ഇന്ത്യ മുന്നണിയിൽ നിന്ന് സ്റ്റാലിൻ ഇറങ്ങിപ്പോകില്ലേ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ ആ ചോദ്യവും അതിനുള്ള ഉത്തരവും എല്ലാം നേരത്തെ കണ്ടിട്ടായിരിക്കണമല്ലോ കോൺഗ്രസ് ഇപ്പുറത്തേക്ക് പോകുന്ന ഒരു ചോദ്യമുണ്ട്. കാരണം വേറൊന്നുമല്ല, ആദ്യം മുതൽ തന്നെ DMK ഒപ്പം നിർത്തിയത് ഇന്ത്യ സഖ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് വലിയൊരു നഷ്ടമുണ്ടാവുകയും BJPയിലേക്ക് പോകുമോ എന്നൊരു ചോദ്യവും ആശങ്കയും നിലനിൽക്കുന്നത് കൊണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് രണ്ടാമത് നിലപാട് മാറ്റി എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ DMK അധികാരത്തിൽ നിന്ന് അധികാരം നഷ്ടപ്പെടുന്നു, TVK അധികാരത്തിലേറുന്നു. BJPക്കൊപ്പം പോകുമ്പോൾ DMKയുടെ രാഷ്ട്രീയ ഭാവി ഇനി എന്താണ് എന്നൊരു ചോദ്യമുണ്ട്. കാര്യം ചേട്ടൻ പറഞ്ഞതുപോലെ ഒരിക്കലും വിചാരിച്ചിട്ടില്ല, അല്ലെങ്കിൽ മോദി എഫക്ട് ഉണ്ടാകുമെന്ന് പറഞ്ഞ് BJP തന്നെ വലിയ ഒറ്റക്കക്ഷിയാകും, ആരുടെയും പിന്തുണ വേണ്ടാതെ എന്ന് പറഞ്ഞാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതും. പക്ഷെ വിചാരിച്ചത്ര വിജയിക്കാൻ അന്ന് കഴിഞ്ഞിട്ടില്ല. പിന്നീടുണ്ടായ ഇന്ത്യ സഖ്യത്തിൽ പോലും പല ആവർത്തി ഇപ്പൊ പിളർപ്പുണ്ടാവുകയാണ്. തൃണമൂൽ കോൺഗ്രസിന് ശേഷം ബംഗാൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പിളർപ്പുണ്ടാകുന്നു. അതെല്ലാം BJPക്കും NDAക്കും അനുകൂലമാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇപ്പൊ സ്റ്റാലിനും DMKയും കൂടി പോവുകയാണ് എങ്കിൽ
അത് BJP-ക്കും NDA-ക്കും കിട്ടിയ ഏറ്റവും നല്ല അവസരമായിട്ട് തന്നെയാണ്. രാഷ്ട്രീയമായി അവർ വിജയിച്ചു എന്ന് പറയേണ്ടി വരും. മറുവശത്ത് ഇന്ത്യ സഖ്യത്തിന്റെ അവസ്ഥ വീണ്ടും, അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഗ്രാഫ് താന്നുകൊണ്ടിരിക്കുകയാണെന്ന് കൂടി നമുക്ക് പറയേണ്ടി വരും. പക്ഷെ അപ്പോഴും നിലനിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് DMK-യുടെ നയങ്ങളിലും നിലപാടുകളിലും മാറ്റം വന്നു എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി പക്വതയില്ലാത്ത നേതാവാണെന്നും രാഹുൽ ഗാന്ധിക്കെതിരെ കടുത്ത വിമർശനമൊക്കെ സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവർ മുഖപത്രത്തിൽ ഉൾപ്പെടെ വരുമ്പോൾ ഏകദേശം കാര്യം മനസ്സിലാകുന്നത് ഇന്ത്യ സഖ്യം വിടാൻ തന്നെയാണ് സ്റ്റാലിൻ DMK ഉദ്ദേശിക്കുന്നതാണ്. പക്ഷേ തമിഴ് മണ്ണിൽ പറയേണ്ട ഒരു, അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ജനങ്ങളോട് പറയേണ്ട ഒരു ചോദ്യം, അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിച്ച ഒരു ചോദ്യത്തിനുള്ള മറുപടി ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ തന്റെ നയങ്ങളിലും നിലപാടിലും മാറ്റം വന്നു എന്ന് DMK-യും സ്റ്റാലിനും പറയേണ്ടി വരും. അടുത്ത തെരഞ്ഞെടുപ്പിന് തമിഴ്നാട് എന്ന് പറയുന്നത് ഒരിക്കലും BJP-യെ സപ്പോർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ BJP-ക്ക് അനുകൂലമായി ചിന്തിക്കുന്ന ഒരു മണ്ണല്ല. കേരളവും തമിഴ്നാടൊക്കെ BJP അങ്ങനെ എളുപ്പത്തിൽ BJP-ക്ക് വളരാൻ കഴിയുന്ന ഒരു മണ്ണല്ല. അപ്പോൾ DMK BJP-ക്കൊപ്പം പോവുകയാണെങ്കിൽ DMK-യുടെ അവസ്ഥ എന്താണ് എന്നൊരു ചോദ്യമുണ്ട്. ഇന്ത്യ സഖ്യത്തിന്, കോൺഗ്രസിന് ശക്തമായ വേരുറപ്പിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ശക്തമായ സ്വാധീനമുള്ള മണ്ണല്ല തമിഴ് മണ്ണെങ്കിൽ കൂടിയും കോൺഗ്രസിന്റെയും ഇന്ത്യ സഖ്യത്തിന്റെയും ഐഡിയോളജിയെ വിശ്വസിച്ച ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗം DMK-യിലേക്ക് പോകുമ്പോൾ, DMK NDA സഖ്യത്തിനൊപ്പം പോകുമ്പോൾ അവിടെ എന്താകും? അവർ തിരിയില്ലേ എന്നൊരു ചോദ്യമുണ്ട്. കാര്യം നമുക്കറിയാം, ഇപ്പൊ TVK-യുടെ നിലപാട് എന്ന് പറയുന്നത് എപ്പോഴും BJP-ക്ക് എതിരാണ് എന്നൊരു വിശ്വാസം കൂടി ജനങ്ങൾക്കുള്ളത് കൊണ്ടാണ് TVK അവിടെ അധികാരത്തിൽ വരുന്നത്. പക്ഷേ സ്റ്റാലിൻ ഇപ്പോൾ എടുത്ത ഈ ഒരു എടുത്തുചാട്ടം, അല്ലെങ്കിൽ സ്റ്റാലിൻ കുറ്റം പറയാനാകില്ല, രാഷ്ട്രീയമാണ്. കോൺഗ്രസ് DMK കൈവിടുന്നു, പ്രതിപക്ഷത്ത് ആകുമ്പോൾ DMK കൈവിട്ട് TVK-ക്കൊപ്പം പോകുമ്പോൾ രാഷ്ട്രീയമായി വിജയിക്കാൻ വേണ്ടി ആയിരിക്കണം സ്റ്റാലിൻ ഇത്തരമൊരു നീക്കം നടത്തുന്നത്. പക്ഷെ വരും തെരഞ്ഞെടുപ്പിൽ അത് തമിഴ്നാട്ടിൽ നിന്ന് DMK-ക്ക് വലിയ തിരിച്ചടി ഉണ്ടാകാനല്ലേ സാധ്യത? തീർച്ചയായും തമിഴ്നാടിന്റെ മണ്ണ് BJP ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ കോൺഗ്രസ് അടക്കമുള്ള ദേശീയ രാഷ്ട്രീയ പാർട്ടികളെ വലിയ തോതിൽ ചേർത്ത് പിടിക്കാത്ത മണ്ണാണ്. അവിടെ ഇന്ത്യ സഖ്യത്തിന് ഏത് വിധേനയും ഒരു പണി കൊടുക്കുക എന്ന് തന്നെയാണ് സ്റ്റാലിന്റെയും DMK-യുടെയും മുന്നിലുള്ള ലക്ഷ്യം. രാഹുൽ ഗാന്ധിക്ക് ഒരു പണി കൊടുക്കുക, അതിന് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ NDA-ക്കൊപ്പം പോവുക എന്നതാണ്. അതുമാത്രമല്ല, ഈ സ്റ്റാലിൻ കൂടി NDA-ക്കൊപ്പം പോവുകയാണെങ്കിൽ BJP-ക്ക് ചില ബില്ലുകൾ എളുപ്പത്തിൽ പാസ്സാക്കാൻ കഴിയും. ഒന്ന്, വൺ ഇന്ത്യ വൺ ഇലക്ഷൻ ബില്ലുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുന്ന ഒരു സാഹചര്യമാണ്. വനിതാ ബില്ല് എളുപ്പത്തിൽ പാസ്സാക്കി മണ്ഡല പുനർനിർണയം നടത്തുകയാണെങ്കിൽ BJP-ക്ക് ഇനി ഒരു 15 കൊല്ലത്തേക്ക് കൂടി രാജ്യം ഭരിക്കാനുള്ള അവസരം ആ മണ്ഡല പുനർനിർണയത്തിനോടുകൂടി അവരുണ്ടാക്കും. അത്തരത്തിൽ ചില BJP-യുടെ കൃത്യമായ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാൻ സ്റ്റാലിനെ എന്ത് വില കൊടുത്തും തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കം BJP-യുടെ ഭാഗത്തുനിന്ന് ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിക്ക് ഒരു പണി കൊടുക്കാൻ സ്റ്റാലിന് കിട്ടിയ ഏറ്റവും അവസരമാണ്. കാരണം ഈ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടത് 28 സീറ്റായിരുന്നു. എന്നാൽ 28-ൽ 23 സീറ്റ് DMK നൽകി. കോൺഗ്രസ് DMK കൈവിട്ട് TVK-ക്കൊപ്പം പോകുമെന്ന് DMK സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അത്തരമൊരു തിരിച്ചടി കൊടുത്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു നടപടിയിലേക്ക് DMK പിന്നീട് പോകുന്നത്. കാരണം TVK ഒരു വലിയ ഒരു രാഷ്ട്രീയ മുന്നേറ്റം സൃഷ്ടിച്ച് തമിഴ്നാടിന്റെ മണ്ണിൽ അധികാരത്തിലേക്ക് കടന്നു വന്ന ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ TVK പ്രധാന രാഷ്ട്രീയ പാർട്ടികളെ AIADMK-യും DMK-യും ഒരേപോലെ പരാജയപ്പെടുത്തി തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇളയ ദളപതി എന്ന് വിശേഷിപ്പിക്കുന്ന വിജയ് കടന്നു വന്ന് അവിടെ മുഖ്യമന്ത്രിയായപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് DMK-ക്കുള്ളത്. കാരണം അത് മാത്രമല്ല, സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള DMK-യുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം പരാജയത്തിന്റെ കയ്പുനീർ കുടിക്കുകയും ചെയ്തു. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഉദയനിധി സ്റ്റാലിനാണ്. അവിടെ AIADMK എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നാൾക്കുനാൾ MLA-മാർ രാജിവെച്ച് TVK-യിൽ ചേരുന്ന സാഹചര്യം. അതോടൊപ്പം തന്നെ പട്ടാളി മക്കൾ കക്ഷി തമിഴ്നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ്. അവർ TVK-യോടൊപ്പം ചേരുന്നു. ഇത്തരത്തിൽ TVK എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തമിഴ്നാട്ടിൽ ഒരു വലിയ മുന്നേറ്റം സൃഷ്ടിക്കുകയാണ്. നാളുകളിൽ ഇതേപോലെ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിനെയും അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടിയെയും അതോടൊപ്പം തന്നെ ശിവസേനയെയും NCP-യൊക്കെ ഏത് രൂപത്തിലാണോ BJP തകർത്ത് തരിപ്പണമാക്കിയത്, അതേ രൂപത്തിൽ നാളെ TVK-യും തകർക്കുമെന്ന കാര്യത്തിൽ ഒന്നും ഒരു തർക്കവും വേണ്ട. അത്തരത്തിലുള്ള രാഷ്ട്രീയ നിലപാടിലേക്ക് BJP പോകുമെന്ന കാര്യത്തിലും ഒരു തർക്കവും വേണ്ട. അവിടെ ഇപ്പോൾ BJP മുന്നോട്ട് വെക്കുന്നത് ഒറ്റ കാര്യം മാത്രമാണ്. ഒന്ന്, അവർ ആഗ്രഹിക്കുന്ന ചില ബില്ലുകൾ ലോക്സഭയ്ക്കകത്തും രാജ്യസഭയ്ക്കകത്തും പാസ്സാക്കേണ്ടിയെടുക്കേണ്ടതുണ്ട്. അതിനവർക്ക് സ്റ്റാലിൻ അല്ല ആരുടെ പിന്തുണയും അവർ സ്വീകരിക്കും. രണ്ടാമത്, ഒരു പാല വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്ന് പറയുന്ന പോലെ അവർക്ക് ബില്ലുകൾ പാസ്സാക്കുകയാണെങ്കിൽ മറുഭാഗത്ത് സ്റ്റാലിന് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ അടിയായിരിക്കും ഇന്ത്യ സഖ്യം വിട്ടുകൊണ്ട് BJP-ക്കും NDA-ക്കൊപ്പം പോകുന്നത്. ആ അടി കൊടുക്കാനുള്ള ഒരു കാത്തിരിപ്പാണ് സ്റ്റാലിൻ ചെയ്യുന്നത്. പക്ഷേ രാഷ്ട്രീയപരമായ ഒരു ആത്മഹത്യയിലേക്ക് DMK പോകുമോ എന്നതെല്ലാം ഒരു ചോദ്യചിഹ്നമാണ്. പക്ഷേ അത്തരത്തിൽ ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും DMK-യെ സംബന്ധിച്ചിടത്തോളം DMK നേരത്തെ BJP-യുമായി കൂട്ടുചേർന്ന പാരമ്പര്യമൊക്കെ ഉണ്ട്.
നടത്തിയിട്ടുണ്ട്. പിന്നീട് ഇടക്കാലത്ത് BJP-യുടെ ഏറ്റവും വലിയ വിമർശകരാണ് രാഹുൽ ഗാന്ധിയെ തന്റെ സഹോദരൻ എന്ന് വിശേഷിപ്പിച്ച അതേ സ്റ്റാലിനും അതേ DMK-യും അതേ DMK-യുടെ മുഖപത്രവുമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിനെയും അധിക്ഷേപിക്കുന്നത്. എന്തായാലും തമിഴ്നാടിന്റെ രാഷ്ട്രീയ മണ്ണ് ആരും ഒരു 6 മാസം മുമ്പ് ഒരു രാഷ്ട്രീയ നിരീക്ഷകന്മാർ ആരും പ്രവചിക്കാത്ത തരത്തിൽ തമിഴ്നാടിന്റെ രാഷ്ട്രീയ മണ്ണ് കലങ്ങി മറിഞ്ഞ് അവിടെ DMK-യും AIADMK-യും അടക്കമുള്ള പരമ്പരാഗത ദ്രാവിഡ രാഷ്ട്രീയ പാർട്ടികൾ ജീവശ്വാസത്തിന് വേണ്ടി വെന്റിലേറ്ററിൽ കൈകാലിട്ടടിക്കുമ്പോഴാണ് TVK മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ ചേർത്ത് പിടിച്ച് അവിടെ ഭരിക്കുന്നത്. അവിടെ ഇപ്പോൾ ഉയർത്തെഴുന്നേൽക്കാൻ തങ്ങൾക്ക് കിട്ടിയ ഒരു അവസരം DMK മുതലാക്കുമോ അതോ തങ്ങളുടെ അടിസ്ഥാനപരമായ മുദ്രാവാക്യമായ മതേതരത്വവും ദ്രാവിഡ മുന്നേറ്റവും ഉയർത്തിപ്പിടിച്ച DMK അതായത് NDA-ക്കും ഇന്ത്യ മുന്നണിക്കും ബദലായി ഒരു മൂന്നാം മുന്നണി അത്തരത്തിലൊരു ചർച്ചയിൽ നടന്നിരുന്ന മൂന്നാം മുന്നണി എന്ന കാഴ്ചപ്പാടിലേക്ക് അല്ലെങ്കിൽ ആ മൂന്നാം മുന്നണിക്ക് നേതൃത്വം നൽകാൻ സ്റ്റാലിൻ തയ്യാറാകുമോ എന്നൊരു ചോദ്യം മാത്രമാണ് ഇനി ഉയരുന്നത്.